ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനും റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവിയുമായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും വിവാഹിതരായി. മുംബൈയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിലായിരുന്നു വിവാഹം. അംബാനി ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖരാണ് വിവാഹത്തിന് എത്തിയത്. കിം, ക്ലോസ് കർദാഷിയാൻ, നിക് ജോനാസ്, പ്രിയങ്ക ചോപ്ര, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വിനോദം, കായികം, ബിസിനസ്, രാഷ്ട്രീയം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള താരനിബിഡമായ ചടങ്ങായിരുന്നു. രജനീകാന്ത്, സഞ്ജയ് ദത്ത് തുടങ്ങിയ ബോളിവുഡ് താരങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും നിരവധി സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു. വിശുദ്ധ ഇന്ത്യൻ നഗരമായ വാരാണസിയോട് സാമ്യമുള്ള തരത്തിലാണ് വിവാഹവേദി രൂപാന്തരപ്പെടുത്തിയത്. അതിഥികൾ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ചു. വിദേശത്ത് നിന്ന് എത്തിയ അതിഥികളും പ്രമുഖ ഇന്ത്യൻ ഡിസൈനർമാർ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ചു. വധു അബുജാനി സന്ദീപ് ഖോസ്ല എംബ്രോയിഡറി ചെയ്ത ബ്രൈഡൽ കോച്ചർ ആണ് ധരിച്ചത്. വരൻ ചുവന്ന സ്വർണ്ണ ഷെർവാണിയാണ് ധരിച്ചത്. വിവാഹത്തിന് വൻ തുക തന്നെ ചെലവിട്ടതായാണ് വിവരം. എന്നാൽ ചെലവിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് അംബാനി കുടുംബം വെളിപ്പെടുത്തിയിട്ടില്ല. മനീഷ് മൽഹോത്ര പരിപാടിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും വിവിധ കുടുംബാംഗങ്ങൾക്കായി ഇഷ്ടാനുസൃത വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. പ്രധാന ചടങ്ങുകൾക്ക് മുൻപ് ദമ്പതികൾ നിരവധി പരമ്പരാഗത വിവാഹത്തിന് മുൻപുള്ള ആചാരങ്ങളിൽ പങ്കെടുത്തു. സംഗീതവും നൃത്തവും നിറഞ്ഞ ഒരു സംഗീത രാത്രിയും ഒരു ഹൽദി ചടങ്ങും ഇതിൽ ഉൾപ്പെടുന്നു. അവരുടെ ജനനതീയതി അടിസ്ഥാനമാക്കിയുള്ള ശുഭദിനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിവാഹ തീയതി തിരഞ്ഞെടുത്തത്. 10/10 വിവാഹം. മുംബൈയിലെ അംബാനി കുടുംബത്തിന്റെ വസതിയായ ആന്റിലയയിൽ ഇന്നും ആഘോഷങ്ങൾ തുടരും. 7 മാസം നീണ്ട ആഘോഷത്തിന് ശേഷമാണ് വിവാഹം നടന്നത്. ഈ ആഡംബര വിവാഹത്തിന്റെ ആകെ ചെലവ് കോടിക്കണക്കിന് ഡോളർ വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ആനന്ദും രാധികയും സുഹൃത്തുക്കളായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അവർ വിവിധ സ്ഥലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടി. ആനന്ദ് റോഡ് ഐലൻഡിലെ ബ്രൗൺ സർവകലാശാലയിൽ പഠിച്ചപ്പോൾ രാധിക ന്യൂയോർക്ക് സർവകലാശാലയിൽ പോയി. 2018 അവർ പരസ്പരം നോക്കുന്ന ഒരു ഫോട്ടോ വൈറലായതിനു ശേഷമാണ് ആനന്ദും രാധികയും പ്രണയത്തിലാണോ എന്ന ചർച്ച തുടങ്ങിയത്. ലേക്ക് കോമോയിൽ ഇഷ അംബാനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ ഇരുവരും കൈകോർത്ത് നടന്നതോടെയാണ് ഇവരുടെ ബന്ധം കൂടുതൽ പരസ്യമായത്. ശോക മേത്തയുമായുള്ള ആകാശ് അംബാനിയുടെ വിവാഹത്തിലും പൃഥ്വി ആകാശ് അംബാനിയുടെ 1ാം പിറന്നാൾ ആഘോഷങ്ങളിലും രാധിക വന്നിരുന്നു. 2022 മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ രാധികയുടെ അരങ്ങേറ്റ ചടങ്ങിന് അംബാനിമാർ ആതിഥേയത്വം വഹിച്ചു. 2022 ഡിസംബർ 29 നാഥദ്വാരയിലെ ശ്രീനാഥ് ജി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹ നിശ്ചയം നടത്തിയത്. ജാംനഗർ ആഘോഷത്തിനിടെ നടത്തിയ പ്രസംഗത്തിൽ രാധികയോടുള്ള തന്റെ സ്നേഹം ആനന്ദ് പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ 100% ഭാഗ്യവാനാണ്, അതിൽ ഒരു സംശയവുമില്ല. എനിക്ക് രാധികയെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഞാനാണ് ഇവിടെ ഏറ്റവും ഭാഗ്യവാൻ. ഓരോ ദിവസവും താൻ അവളുമായി കൂടുതൽ പ്രണയത്തിലാണെന്നും ആനന്ദ് പറഞ്ഞിരുന്നു. തങ്ങളുടെ വിവാഹത്തിന് മുൻപുള്ള ആഘോഷത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ജാംനഗർ അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് രാധിക പറഞ്ഞിരുന്നു. അവർ വളർന്നതും സുഹൃത്തുക്കളായതും പ്രണയത്തിലായതും ബന്ധം കെട്ടിപ്പടുക്കുന്നതും അവിടെയാണെന്ന് രാധിക പറഞ്ഞു. 2020 മാർച്ചിലെ COVID-19 ലോക്ക്ഡൌൺ സമയത്ത് ഇരുവരും ജാംനഗറിൽ കുടുങ്ങിയെന്നും മാസങ്ങളോളം അവരുടെ കുടുംബങ്ങളെ കാണാനായില്ലെന്നും രാധിക പറഞ്ഞിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.